ഗുരുവായൂരിന്റെ തെരുവിലുണ്ടൊരു കലാകാരി. പാട്ടുപാടുകയും ചിത്രം വരയ്ക്കുകയും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രതിഭാസ്പർശം മാത്രമാണ് ഇവരുടെ സമ്പത്ത്. രാജഹംസമേ മഴവിൽ കുടിലേ രാഗമായി നീ വരുമോ. ഭർത്താവുമായി പിണങ്ങി 14 വർഷം മുൻപാണ് കയ്പമംഗലം സ്വദേശിനി ശാന്ത ക്ഷേത്രനഗരിയിലെത്തുന്നത്. പകൽ സമയത്ത് നടപ്പാതയിലിരുന്ന് ചിത്രം വരയ്ക്കുകയും പൂമാല കെട്ടുകയും കരകൗശല വസ്തുക്കൾ നെയ്തെടുക്കുകയും ചെയ്യും. ആവശ്യക്കാർ മോഹവിലയിലൂടെ അവ സ്വന്തമാക്കുമ്പോൾ പട്ടിണിയില്ലാതെ കഴിയുന്നു. കടത്തിണ്ണയിൽ അന്തിയുറക്കം, മനം വിങ്ങുമ്പോൾ നടപ്പാതയിലിരുന്നു പാടും. സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു വീട്ടമ്മയുടെ മനോവിഷമങ്ങളാണ് തെരുവിൽ സ്വരരാഗമായി ഒഴുകുന്നത്. പാട്ടുകേട്ട് ഒത്തിരി പേർ ആരാധകരായുണ്ട്. ശാസ്ത്രീയമായ സംഗീതം അഭ്യസിക്കാത്തവർ ചെറുപ്പം മുതൽ റേഡിയോയിലെയും ടിവിയിലെയും പാട്ടിനൊപ്പം മൂളിയാണ് ഗായികയായത്. ഹിന്ദി തമിഴ് ഗാനങ്ങളോട് കൂട്ടുകൂടാൻ സ്വന്തമായൊരു മൊബൈൽ ഫോൺ വേണമെന്നാണ് ആഗ്രഹം. ഈ പാട്ട് പഠിച്ചത് റേഡിയോയിലും നാടൻ പാട്ടിലും ഒക്കെ ഇങ്ങനെ കാണുമ്പോ പഠിക്കാന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. സംഗീതവും പഠിച്ചിട്ടില്ല. പിന്നെ സംഗീതം പഠിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ വലിയൊരു അവസ്ഥയിലെത്തിയാണ്. അങ്ങനെ പഠിക്കാനുള്ളൊരു കാലം നല്ലായിരുന്നു. അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒക്കെ പാട്ടിൻ്റെ കാലാണ്. പക്ഷെ പഠിക്കണ ഒരു അവസ്ഥയിൽ വന്നാൽ നമുക്ക് പഠിച്ചെടുക്കാന്ന് മാത്രം. അതിന് ഒരു ഫോണും ഇല്ല. പാട്ടുകെട്ട് വ്ളോഗർമാർ തേടിയെത്താൻ തുടങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ശാന്ത. എന്നാൽ ഇതൊന്നും അറിയാതെ തലചായ്ക്കാൻ ഒരു കൂരയും വയറു നിറയെ ഭക്ഷണവും സ്വപ്നം കണ്ട് ജീവിതം സംഗീത സാന്ദ്രമാക്കുകയാണ് ഈ കലാകാരി. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ, എന്നെനിക്ക് ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ, എന്നെനിക്ക് ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. TCV ന്യൂസ്, ഗുരുവായൂർ. തിരിച്ചു കെട്ടിയോ